കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc ഫസ്റ്റ് സെം കോമൺ കോഴ്സ് അറബിക് അഷുറൂഖ് എന്ന പുസ്തകത്തിന് മോഡൽ ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തത് അജിബിലിൽ അസ്ഇലത്തിലാത്തിയ ഹസ്ബൽ ഇർഷാദാത്ത്, സൂചനകൾക്കനുസരിച്ച് ഉത്തരം എഴുതുക. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ്. ഒന്നാമത്തെ ചോദ്യത്തിൽ 4 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ യോജിക്കുന്ന വാക്കുകൾ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് പൂരിപ്പിക്കണം. ഒന്നാമത്തത് വമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അൻ ഹലക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. ഡേഷ് തുറാബിൻ, തുറാബിൽ നിന്നും എന്നാണ് പറയേണ്ടത്, മണ്ണിൽ നിന്നും. അപ്പോൾ ഇതിൽ നിന്നും എന്നുള്ളതിന് മിൻ ആണ് വെക്കേണ്ടത് അല്ലേ. അപ്പോൾ മിൻ തുറാബിൻ, മണ്ണിൽ നിന്നും. രണ്ടാമത്തത് സഹലല്ലാഹു തരീക്കൻ ഡേഷ് അൽ ജന്ന, അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. സ്വർഗത്തിലേക്ക് എന്ന് പറയാൻ ഇലയാണ് വെക്കേണ്ടത്, ഇല. അടുത്തത് ഡേഷ് റഫീഖി ഫിൽക്കുല്ലിയ, ഹുവയാണ് വെക്കേണ്ടത്. ഹുവ റഫീഖി ഫിൽക്കുല്ലിയ, അവൻ കോളേജിൽ എൻ്റെ കൂട്ടുകാരനാണ്. റഫീഖുൻ മീൻസ് കൂട്ടുകാരൻ, റഫീഖി എൻ്റെ കൂട്ടുകാരൻ. ബ്രാക്കറ്റിലുള്ള ഹിയ അവളാണ്, ഹും അവരാണ്. അപ്പോൾ ഹുവയാണ് യോജിക്കുക, കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ അവൻ. ഇനി നജഹ ഫിൽ ഇംതിഹാനി, പരീക്ഷയിൽ വിജയിച്ചു. ഫിസ്സനത്തി സാനിയത്തി, രണ്ടാം വർഷ പരീക്ഷയിൽ വിജയിച്ചു. അസനത്തി വർഷം, അതിൻ്റെ നാത്താണ് സാനി എന്നുള്ളത്, രണ്ടാമത്തെ എന്നുള്ളതിന് സാനി അല്ലെങ്കിൽ സാനിയത്ത് എന്നാണ് പറയുക. ഇസ്നാനി എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ അസനത്ത് എന്നത് മുഅന്നസ് ആയതുകൊണ്ട് സാനിയത്തി അതിനെ മുഅന്നസാക്കണം. ഉക്തുബിൽ മുഫ്രദലിൽ ജുമുഇ അലാത്തിയ, ഈ 4 കൂടെ 2 മാർക്ക് കിട്ടും. രണ്ടാമത്തത് ഉക്തുബിൽ മുഫ്രദലിൽ ജുമു, താഴെയുള്ള ജമ്മുകൾക്ക് മുഫ്രദ് എഴുതണം. അസ്ദിഖ സ്വദീഖ്, അഹാദീസ് ഹദീസ്, സനവാത്ത് സനത്ത്, അഖ്ലാമ് കലമ്. ഉക്തുബിൽ ജുമു അലിൽ മുഫ്രദിലാത്തിയ ഉമ്മിൻ്റെ ജംഅ് ഉമ്മഹാത്ത്. സമാഉൻ ആകാശം, ജംഅ് സമാവാത്ത്. സൗജുൻ ജംഅ് അസ്വാജ്. കുർബത്തുൻ പ്രയാസം, ജംഅ് കുറബ് പ്രയാസങ്ങൾ. അപ്പോൾ മുഫ്രദ് എഴുതാനും ജംഅ് എഴുതാനും. അടുത്തത് പൂരിപ്പിക്കാനാണ്. മാ അക്കല അഹദുൻ ത്വആമൻ ഖത്തു, ആരും ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, തൻ്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ജോലി കൊണ്ട് കിട്ടിയ ഭക്ഷണമല്ലാതെ അതിനേക്കാൾ നല്ല ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല. ഇത് നമ്മുടെ പാഠഭാഗത്തിലുള്ളതാണ് അല്ലേ. അടുത്തത് അമ്മ ഹസൻ എന്ന കുട്ടി ഫവലദുൻ മുഹദ്ദബുൻ, അവൻ സംസ്കാര സമ്പന്നനായ ഒരു കുട്ടിയാണ്. പിന്നെയോ വലദുൻ മുഹദ്ദബുൻ ഹലീമുൻ, വിവേകശാലിയാണ്. പിന്നെ ലാ യക്ദിബ്, അവൻ കളവ് പറയുകയില്ല. വലാ യഗ്ളബു, ദേഷ്യപ്പെടുകയില്ല. അങ്ങനെ 2-3 വിശേഷണങ്ങൾ അവൻ്റെ എഴുതി കൊടുക്കുക. അടുത്തത് സിൽ ബൈനൽ അമൂദൈനി, ചേരുംപടി ചേർക്കാനാണ്. അസ്തിക ഇ എന്ന പാഠം എഴുതിയിരിക്കുന്നത് ആരാണ്? അബുൽ ഹസൻ അലി നദ്വിയാണ്, അതാണ് ചേരുവ. പിന്നെ ലാ തഹസൻ എന്നത് ഡോക്ടർ ആഇൽ അൽ-ഖാറനി. ലാ തഹസൻ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും എടുക്കപ്പെട്ടതാണ്. നമ്മുടെ നമ്മുടെ പുസ്തകത്തിലെ അവസാനത്തെ പാഠം അല്ലേ. പിന്നെ മൂന്നാമത്തത് മിൻ അഗാനി റുആത്തി എന്ന കവിത എഴുതിയതാരാണ്? അബുൽ ഖാസിം അഷാബി. ഫൽസഫത്തുൽ ഹയാത്ത് എന്ന കവിത എഴുതിയത് ഈലിയ അബു മാലി, അത് യോജിപ്പിക്കുക. മൻ ഹുവ അബുൽ ഹസൻ അലി നദ്വി, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അബുൽ ഹസൻ അലി നദ്വി ആരാണ്? ഉത്തരം എഴുതുമ്പോൾ അബുൽ ഹസൻ അലി നദ്വി ആലിമുൻ ഇസ്ലാമിയുൻ ഹിന്ദിയുൻ മഷ്ഹൂറുൻ, ഇന്ത്യക്കാരനായ പ്രശസ്തനായ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. അല്ലെങ്കിൽ ആലിമുൻ കബീറുൻ ഹിന്ദിയുൻ, വലിയൊരു ഇന്ത്യൻ ഇസ്ലാമിക പണ്ഡിതനാണ്. ആലിമുൻ ഇസ്ലാമിയുൻ ഹിന്ദിയുൻ കബീറുൻ. പിന്നെ ഇതും കൂടി എഴുതിക്കോ. വഹുവ അദീബുൻ, അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. അല്ലെങ്കിൽ വഹുവ കാത്തിബുൻ മഷ്ഹൂറുൻ, അദ്ദേഹം പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അല്ലഫ കസീറ മിനൽ കുത്തുബി, ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അടുത്തത് ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അൻഹു അമലുഹു, ഒരാൾ മരിച്ചാൽ അവൻ്റെ അമലുകളൊക്കെ മുറിഞ്ഞു പോകും. ഇല്ലാമിൻ സലാസത്തിന്, 3 ഒഴികെ. ഏതൊക്കെയാണവ? 1 അസദഖത്തുൽ ജാരിയ, നിലനിൽക്കുന്ന സ്വതക്ക. പിന്നെ എന്തായിരുന്നു? ഇൽമുൻ യൻതഫിഉ ബിഹി അന്നാസ്, ജനങ്ങൾ ഉപകാരമെടുത്തുകൊണ്ടിരിക്കുന്ന അറിവ്. പിന്നെ വലതുൻ സാലിഹുൻ യദ്ഉലഹു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ. അടുത്തത് മാഹിയൽ ആയാത്ത് വന്യാമാത്തുല്ലത്തി വഹിബത്തിൽ ഇൻസാനി മിൻ ഇൻദില്ലാഹി, അള്ളാഹുവിൽ നിന്നും മനുഷ്യന് ലഭിച്ച ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ എന്തൊക്കെയാണ്? നമ്മുടെ ആദ്യത്തെ പാഠത്തിൽ പറഞ്ഞ കുറച്ച് ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ എഴുതുക. അൽ മത്തർ, മഴ. പിന്നെ ഖൽഖുൽ ഇൻസാനി അസ്വാജൻ, മനുഷ്യനെ
ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു. അതൊക്കെ അത് രണ്ടും എന്താണ്? നിഅമത്തുകളാണല്ലേ. പിന്നെ ദൃഷ്ടാന്തങ്ങൾ പറയാനുണ്ട്. ഇഖ്തിലാഫുൽ ലൈലി വന്നഹാരി അതൊക്കെ അതിൽ പറയുന്നുണ്ടായിരുന്നു അല്ലേ. ഖൽഖുൽ ഇൻസാനി മിൻ തുറാബിൻ അതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. കൈഫ യസിഫു ഷാഇറു അത്തബിയത ഫി ഖസീദത്തി മിൻ അഗാനി അർവാത്ത്. അഗാനി അർവാത്ത് എന്ന കവിതയിൽ കവി എങ്ങനെയാണ് പ്രകൃതിയെ വർണ്ണിക്കുന്നത്? യഖൂലു ഷാഇറു അത്തബിയത്തു ജമീലത്തുൻ, പ്രകൃതി ഭംഗിയുള്ളതാണെന്ന് പറയുന്നു അല്ലേ. വ കുല്ലു ഷൈഇൻ ഫി തബിയത്തി ജമീലത്തുൻ മിസ്ല സുബ്ഹി പ്രഭാതം, വ അഷിഅത്തു ഷംസി സൂര്യകിരണങ്ങൾ, വ അസ്വാത്തു ഷിയാഹി ആടുകളുടെ ശബ്ദങ്ങൾ, അങ്ങനെ എല്ലാം കുല്ലുഹ ജമീലത്തുൻ, എല്ലാം പ്രകൃതിയിലെല്ലാം മനോഹരമാണ് എന്നാണ് കവി പറയുന്നത്. അങ്ങനെയാണ് പ്രകൃതിയെ വിവരിക്കുന്നത് അല്ലേ. വത്തല്ലു കുന്ന് അല്ലേ, അങ്ങനെയുള്ളതൊക്കെ. മാഹിയ സിഫാത്തുൽ മുഅ്മിനി കമാ യസിഫു ദക്തൂർ ആയിൽ അൽ കർണി ഫി മക്കാലത്തി. ഡോക്ടർ ആയിൽ അൽ കർണി തൻ്റെ ലേഖനത്തിൽ വിവരിക്കുന്നത് പോലെ മുഅ്മിനിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മുഅ്മിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു 2-3 ഗുണങ്ങൾ എഴുതുക. അൽ മുഅ്മിനു ലാ യുഅ്ദി അന്നാസ, മുഅ്മിൻ ജനങ്ങളെ ഉപദ്രവിക്കുകയില്ല. അതേപോലെ അൽ മുഅ്മിനു യഅമലു അൽ മുഅ്മിനു കന്നഹലത്തി, മുഅ്മിൻ തേനീച്ചയെ പോലെയാണ്. പിന്നെ യഅമലു അൽ ഇഹ്സാന ഫഖത്ത്, നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. വൽ മുഅ്മിനു യദ്കുറു അൽ ഇഹ്സാന വ യൻസ അൽ ഇസാഅത്ത, മോശമായത് മറന്നുപോവുകയും നല്ലത് ഓർമ്മിക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് മുഅ്മിനെ കൊണ്ടുള്ള സിഫത്തുകൾ എഴുതുക. പിന്നെ മുഅ്മിൻ ഇദാ കല്ലമ യതകല്ലമു മഅ സുറൂറിൽ വജ്ഹി അല്ലേ, മഅ സുറൂരി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ അഭിമുഖീകരിക്കും, സംസാരിക്കും. മഅൽ ബസമത്തി പുഞ്ചിരിയോടെ സംസാരിക്കും. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങൾ എഴുതാം. പിന്നെ അടുത്ത ചോദ്യം, കൈഫ യസിഫു ഷായിറു അത്തബിയത ഫി ഖസീദത്തി മിൻ അനിർവാത്ത്. അത് തന്നെയാണ് മേലെ ചോദിച്ചത് അല്ലേ. ഓക്കെ. ഇഷ്റഹ അൽ ഹദീസ്, ഹദീസിനെ ഇവിടെ ഇത് പക്ഷെ കുറച്ച് വിശദീകരിച്ച് എഴുതണം. ആ കവിതയിലുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് അങ്ങ് എഴുതിയാൽ മതി. ആ കവിതയുടെ വിശദീകരണമായിട്ട് പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ ഓരോ വരിയുടെയും അർത്ഥം, അത് അതേപോലെ അങ്ങ് എഴുതുക. പിന്നെ ഓരോന്നിന് 4 മാർക്ക് വീതമാണല്ലേ. അപ്പോൾ ഏകദേശം ഒരു പേജിനടുത്ത് 1.5 പേജൊക്കെ എഴുതാം. ഇഷ്റഹ അൽ ഹദീസ്, ഹദീസ് വിവരിക്കുക. ഇതാ മാത്തൽ ഇൻസാൻ ഇൻകത്താൻഹു ഡാഷ് ഔ വലതുൻ സാഹി, ആ ഹദീസ് ഉണ്ടല്ലോ അതിനെ വിശദീകരിച്ച് എഴുതുക. അപ്പോൾ ഹദീസ് എഴുതുമ്പോൾ അതിൻ്റെ വാക്കർത്ഥങ്ങളൊക്കെ എഴുതാം. വാക്കർത്ഥങ്ങളൊക്കെ പിന്നെന്താണ്, ഒരു പര്യായപദങ്ങൾ അറിയാമെങ്കിൽ അത് എഴുതാം. മാത്ത എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ തൂഫിയ എന്ന് എഴുതാം. ഇൻസാൻ എന്നുള്ളത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, റജുല് അല്ലെങ്കിൽ ഉൻസ, പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, അങ്ങനെ എഴുതാം. പിന്നെ എന്നിട്ട് അതിൻ്റെ ഹദീസിൻ്റെ വിശദീകരണം പാഠഭാഗത്തുണ്ട്, അത് അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. പിന്നെ ആവശ്യത്തിന് നമ്മൾ കുറച്ചങ്ങോട്ട് എഴുതുക. മാഹിയൽ കിസ്സ, കിസ്സ എന്ന് പറഞ്ഞാൽ എന്താണ്? ലഹിസ് അൽ കിസ്സത്തുൽ അറബിയ അൽ ഹിമാർ ഉൽ അഹ്മഖ്, അൽ ഹിമാർ ഉൽ അഹ്മഖ് എന്ന കഥ ചുരുക്കി എഴുതുക. അൽ കിസ്സത്തു എന്താണ്? അൽ മാഹിയൽ കിസ്സ എന്നുള്ളതിന് അൽ കിസ്സത്തു ഹിയ ഷക്ലു മിൻ അഷ്കാലിൽ അദബി, അദബിൻ്റെ ഒരു രൂപമാണ് കിസ്സ. വഹിയ ഫി ഷക്കിരി നസിരി, നസിർ രൂപത്തിലായിരിക്കും അല്ലെ ഗദ്യ രൂപത്തിലായിരിക്കും കിസ്സ ഉണ്ടാവുക എന്നാദ്യം എഴുതാം. എന്താണ് കിസ്സ എന്നുള്ള ചോദ്യത്തിന്. ഇനി ആ കഥ എങ്ങനെ നമുക്ക് ചുരുക്കി എഴുതാം അത് നോക്കാം. മുലഖസു കിസ്സത്തെ അൽ ഹിമാരിൽ അഹ്മഖ്, മണ്ടനായ കഥയുടെ ചുരുക്കം. കാന ലദ താജിരിൻ യബീഉൽ മിൽഹ ഹിമാറുൻ യസ്തഈനു ബിഹി ലിഹംലി അക്യാസിൽ മിൽഹി ഇല സൂഖി കുല്ല യൗമിൻ, എല്ലാ ദിവസവും അങ്ങാടിയിലേക്ക് പോകാൻ വേണ്ടി ഒരു കഴുതയെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇതേപോലെ എന്ത് ചെയ്യാം, എഴുതാം. ഇനി ഇത് വീണ്ടും വായിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, നമ്മൾ പാഠഭാഗത്തിൽ വിശദീകരിച്ചതാണ്, അതേ രൂപത്തിൽ അത് ചുരുക്കി എഴുതിയതാണ്. ഇനി അടുത്തത്, അഇദ ഹിവാറൻ ജറ ബൈനക വ ബൈനൽ മുവല്ലഫി ഫി സഫരി, യാത്രയിൽ നിനക്കും ഉദ്യോഗസ്ഥനുമിടയിൽ നടന്നൊരു സംഭാഷണം. ആ സംഭാഷണം പാഠഭാഗത്തുണ്ട്, അതേപോലെ തന്നെ സംഭാഷണം എഴുതുക. റത്തിബിൽ കലിമാത്തിലാത്തിയ, പിന്നെയുള്ളത് ഇതാണ് കലിമത്തുകളെ ക്രമീകരിക്കാൻ. ഇതും പാഠഭാഗത്തുള്ള ഹദീസുകളും മറ്റുമൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സഈ ഹസന അല അൽ ഇൽമി വൽ അമലി ലിത്തകസ്സുബി. ഹസന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഇൽമി, നബി നമ്മളെ
ഇൽമിന് വിജ്ഞാനം നേടാൻ പ്രേരിപ്പിച്ചു. വൽ അമലി വസഈ അതേപോലെ ജോലി ചെയ്യാനും പരിശ്രമിക്കാനും പ്രേരിപ്പിച്ചു. ലിത്തകസ്സുബി എന്തിനു വേണ്ടി? സമ്പാദിക്കാൻ വേണ്ടി. അതേപോലെ തത്തക്കല്ലം ഹൽ തസ്തത്തിയോ ജയ്യിദൻ അൽ അറബിയ അൻ ഹൽ തസ്തത്തിയോ നിനക്ക് കഴിയുമോ അൻ തത്തക്കല്ലം അൽ അറബിയത്തെ ജയ്യിദൻ അറബി നന്നായി സംസാരിക്കാൻ നിനക്ക് കഴിയുമോ? ബൈത്തി മിൻ കുല്ലിയത്ത് കരീബ്. അപ്പോൾ ബൈത്തി കരീബും മിനൽ കുല്ലിയത്തി എൻ്റെ വീട് കോളേജിൽ നിന്നും അടുത്താണ്, കോളേജിനോട് അടുത്താണ്. യസ്കുനു ഫി മിൻ സിനീന ഹുവ ഹയ്യിന ഹുവ യസ്കുനു ഫി ഹയ്യിന അവൻ ഞങ്ങളുടെ നാട്ടിൽ താമസിക്കുന്നു. മിൻ സിനീന വർഷങ്ങളായിട്ട്. ഖലഖ മിൻ ലക്കും അൻഫുസിക്കും ലി തസ്കുനു അസ്വാജൻ ഇലൈഹ അതെന്താണ്? ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ അവൻ നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു. ലി തസ്കുനു ഇലൈഹ നിങ്ങളവരിലേക്ക് സമാധാനമടയാൻ വേണ്ടി. ആദ്യ അസ്ഇലത്തനില്ല ജീവിതത്തിലാത്തിയ താഴെയുള്ള ഉത്തരങ്ങൾക്ക് ചോദ്യമുണ്ടാക്കണം. സ്വദീഖി റാഹിബിൻ ഇലൽ കുല്ലിയ എൻ്റെ കൂട്ടുകാരൻ കോളേജിലേക്ക് പോവുകയാണ്. അതെങ്ങനെ ഉത്തരം അങ്ങനെ ചോദ്യമുണ്ടാക്കാം. ഐന യദ്ഹബു സ്വദീഖുക നിൻ്റെ കൂട്ടുകാരൻ എവിടേക്കാണ് പോകുന്നത്? ഇല ഐന വെച്ചു. ഇല ഐന യദ്ഹബു സ്വദീഖുക അല്ലെങ്കിൽ ഇല ഐന റാഹിബുൻ സ്വദീഖുക നിൻ്റെ കൂട്ടുകാരൻ എവിടെയാണ് പോകുന്നത്? അടുത്തത് അർജിഉ മിനൽ മദീനത്തി ബഅദ യൗമിൻ ഒരു ദിവസത്തിന് ശേഷം ഞാൻ പട്ടണത്തിൽ നിന്നും തിരിച്ചു വരും. അതിൻ്റെ ചോദ്യം എന്താണ്? മത്ത തർജിഉ മിനൽ മദീന നീ എപ്പോൾ പട്ടണത്തിൽ നിന്നും തിരിച്ചു വരും? അടുത്തത് അഖി തബീബുൻ ഫിൽ ഇയാദത്തി എൻ്റെ സഹോദരൻ ഒരു ക്ലിനിക്കിലെ ഒരു ഡോക്ടറാണ്. അപ്പോൾ മൻ അഹൂക്ക നിൻ്റെ സഹോദരൻ ആരാണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മാ മിഹനത്തു അഹീക്ക നിൻ്റെ സഹോദരൻ്റെ ജോലി എന്താണ് എന്ന് ചോദിക്കാം. ബൈത്തി ഖരീബു മിനൽ കുല്ലിയ എൻ്റെ വീട് കോളേജിൽ നിന്നും അടുത്താണ്. ഐന ബൈത്തുക നിൻ്റെ വീട് എവിടെയാണ്? ഫിസായത്തെ സാദിസത്ത് സ്വബാഹൻ രാവിലെ 6 മണിക്ക്. ഇപ്പോൾ രാവിലെ 6 മണി നീ എന്ത് ചെയ്യും എന്തെങ്കിലും ചോദിച്ചാൽ അല്ലേ. മത്താ തസ്തൈക്കളു നീ എപ്പോൾ എഴുന്നേൽക്കും? അപ്പോൾ ഉത്തരം ഫിസായത്ത് സാദിസത്ത് സ്വബാഹൻ രാവിലെ 6 മണിക്ക്. അടുത്തത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തത് ഇതിന് 1-ന് 10 മാർക്കാണ്. ഇജിനിൽ അസലവല തക്സിർ അൽ ഖലിയ ഇത് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരാണ്, അവസാനത്തെ പാഠത്തിൻ്റെ അല്ലേ. അപ്പോൾ അതിൻ്റെ എന്താണ് ചെയ്യേണ്ടത് എന്ന് എഴുതിയിട്ടില്ല. ഏതായാലും അതിനെക്കുറിച്ച് വിശദീകരിക്കുക, അതായത് ആ പാഠഭാഗം ഒന്ന് ചുരുക്കി എഴുതാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഒരു എസ് എഴുതാം അല്ലേ. അതിങ്ങനെ എഴുതാം. ഹാദിഹിൽ മക്കാലത്ത് മുഖത്തബസത്ത് മിനൽ കിതാബി ലാ തഹസൻ ലി ദക്തുർ ആയിദ് അൽ കർണി ആയിദ് അൽ കർണിയുടെ ലാഹ തഹസൻ എന്ന കിതാബിൽ നിന്നും എടുക്കപ്പെട്ട ഒരു ലേഖനമാണിത്. മുഖത്തബസ മീൻസ് എടുക്കപ്പെട്ട. യക്കൂൽ ഫിഹി എഴുത്തുകാരൻ അതിൽ പറയുന്നു അൻ അഹമിയത്ത് റിഫ്ക് ഫി ഹയാത്തിൽ ഇൻസാനി മനുഷ്യൻ്റെ ജീവിതത്തിൽ റിഫ്ക് നൈർമല്യം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത പ്രാധാന്യത്തെക്കുറിച്ച്. വഅൻ സിഫാത്തിൽ മുഅ്മിനുകളുടെ സിഫത്തുകളും ഗുണങ്ങളും അതിൽ പറയുന്നുണ്ട്. യക്കൂലു ഫിഹി കാത്തിബ് അതിൽ പറയുന്നു ഇന്ന റിഫ്ക ഹുവ മിഫ്താഹ് കുല്ലി ജമാലിൻ എല്ലാ സൗന്ദര്യങ്ങളുടെയും താക്കോലാണ് റിഫ്ക് എന്നത്. വ അലൈന അൻ തക്കൂന ഫി സുലൂക്കിന നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കണം ലീന ഫിൽ ഖിതാബി സംസാരിക്കുമ്പോൾ ലീനുണ്ടായിരിക്കണം. ലീന മീൻസ് നൈർമല്യം ഉണ്ടായിരിക്കണം, സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കണം. വൽ ബസ്മത്ത് എന്തമാനത്തക്കല്ലമോ നമ്മൾ സംസാരിക്കുമ്പോൾ പുഞ്ചിരി ഉണ്ടായിരിക്കണം നമ്മുടെ ചുണ്ടിൽ. വത്തർക്കുൽ അൻഫ് നമ്മൾ ആക്രമണങ്ങൾ വെടിയണം, ഉപദ്രവം പാടില്ല. വയക്കൂലുൽ കാത്തിബ് പറയുന്നു ഇന്നൽ മുഅ്മിന എന്നാണ്. ഇന്നൽ മുഅ്മിന കന്നഹലത്തി മുഅ്മിൻ തേനീച്ചയെ പോലെയാണ്. ലാ തഅക്കുലു ഇല്ലാ തൊയ്യിബൻ നല്ലതല്ലാതെ ഭക്ഷിക്കുകയില്ല. വല തസ്ന ഇല്ലാ തൊയ്യിബൻ നല്ലതല്ലാതെ ഉണ്ടാക്കുകയുമില്ല. ഹക്കദ ഹുവൽ മുഅ്മിൻ ഈ പ്രകാരമാണ് മുഅ്മിനും. ലാ യസ്ദുറു മിൻഹു ഇല്ലൽ ഖൈറു നല്ലതല്ലാതെ മുഅ്മിനിൽ നിന്നും വരികയില്ല. വലാ യുഅദി അഹദൻ ഒരാളെയും മുഅ്മിൻ ഉപദ്രവിക്കുകയുമില്ല. അപ്പോൾ മുഅ്മിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതെഴുതാം. നേരത്തെ നമ്മൾ ചോദ്യം കണ്ടല്ലോ, അതിന് ഉത്തരമായിട്ട് ഇതെഴുതാം. വയക്കൂലു അദ്ദേഹം പറയുന്നു ഇന്ന സുഅദ സന്തോഷവാന്മാർ ഹുമുൻ നുബല ഉല്ലദീന അജാദു ഫന്ന ഇക്തിസാബിൽ അസ്തിക്കാവ് കൂട്ടുകാരെ ഉണ്ടാക്കുക, കൂട്ടുകാരെ സമ്പാദിക്കുക എന്ന ഫന്ന് എന്ന കല നന്നായി ചെയ്യുന്നവരാണ് ബുദ്ധിമാന്മാർ. അല്ലെങ്കിൽ ആ പ്രക്രിയ നന്നായി ചെയ്യുന്ന ബുദ്ധിമാന്മാരാണ് സുഅദാ സന്തോഷവാന്മാർ. അന്നാസു തൊഹിബുഹും ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നു, ഈ സന്തോഷവാന്മാരെ മീൻസ് ഇങ്ങനെ ചെയ്യുന്ന നല്ലവരായ ആൾക്കാർ, അതായത് മുഅ്മിനീങ്ങളെ. തസ്താഖു ഇലൈഹിം ഫി ഹുദൂരിഹിം അവർ വരുമ്പോൾ അവരെ കാണാനും അവരുടെ സാമീപ്യം ഉണ്ടാകാനും അവർ ആഗ്രഹിക്കുന്നു. വയദുന ലഹും ഫി ഗിയാബിഹിം അവരില്ലാത്തപ്പോൾ
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ. വൽ മുസ്ലിമും, മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമോന മിൻ ലിസാനിഹി വയദിഹി, മറ്റു മുസ്ലിങ്ങൾ തൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെട്ടവനാണ് മുസ്ലിം, അൽ മുസ്ലിം എന്ന് പറയുന്നത്. വൽ മുഅ്മിനു, ഒരു അൽഫ് വിട്ടുപോയിട്ടുണ്ട്. വൽ മുഅ്മിനു, മൂമിൻ, മൻ അമിനഹു അന്നാസു അലാ ദിമാഇഹിം വഅംവാലിഹിം, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരുടെ രക്തത്തെയും അവരുടെ ധനത്തെയും വിശ്വസിച്ചവനാണ്, അതായത് വിശ്വസിച്ചേൽപ്പിച്ചവനാണ്, അല്ലെങ്കിൽ വിശ്വാസമുള്ളവനാണ് അവരുടെ രക്തത്തിലും അവരുടെ ധനത്തിലുമൊക്കെ. ദുസ്തൂർ സ്വദായി യക്കൂം അല കൗലിഹി താല, സന്തോഷന്മാരുടെ ദുസ്തൂർ, ഭരണഘടന എന്നത് അള്ളാഹുവിൻ്റെ ഈ വചനത്തിൻ്റെ മേലാണ് നിലനിൽക്കുന്നത്. എന്താണത്? ഇദ്ഫ ബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ലതിനെ കൊണ്ട് പ്രതിരോധിക്കുക. ഫൈദല്ലതി ബൈനക ബൈനഹു അദാവത്തും കാന്നഹു വലിയൻ ഹമീമൻ, അങ്ങനെയാണെങ്കിൽ നിന്നോട് ശത്രുതയുള്ളവൻ പോലും നിന്നോട് വളരെ അടുത്തവനായിത്തീരും, ഏറ്റവും നല്ലതിനെ കൊണ്ട് പ്രതിരോധിച്ചാൽ. ഫഹം, അവർ, യംതസൂനൽ അഹ്കാദ, ആ കോളൻ വേണ്ട, അവരെ വെറുപ്പുകളെ വലിച്ചെടുക്കും, ബിൽ അഫ്വി, എന്തൊക്കെ കൊണ്ട്? വിട്ടുവീഴ്ച കൊണ്ട്, വസ്സഫി, വിശാലത കൊണ്ട്, വൽഹിൽമി, വിവേകം കൊണ്ട്, ഇതൊക്കെ ഉള്ളത് കൊണ്ട് വെറുപ്പിനെ വലിച്ചെടുക്കും, മീൻസ് വെറുപ്പിനെ ഇല്ലാതാക്കും. വയദ്കുറൂനൽ ഇഹ്സാന, നന്മകൾ അവർ ഓർത്തു വെക്കും. വയൻസവനൽ ഇസാത്ത, മോശമായവ അവർ മറന്നു കളയും. വയസ്ലൂന അമ്മൻ കത്തവ്, മുറിച്ചു കളഞ്ഞവരിലേക്ക് അവർ ചേർക്കും, അതായത് ബന്ധം മുറിച്ച് കളഞ്ഞവരുമായിട്ട് അവർ ബന്ധം ചേർക്കും. വയ്യോത്തൂന ലിമൻ ഹറമോ, ലിമൻ എന്നാണ്, ലാക്കിന്നൽ ലിമൻ ഹറമോ, തങ്ങൾക്ക് തരാതിരുന്നവർക്കും അവർ നൽകും. ഇതൊക്കെ മോമിനുകളുടെ സിഫത്താണ്. അൽ ബുഷ്ര ലിഹാവുല, ഇവർക്കുള്ള ബുഷ്ര, സന്തോഷ വാർത്ത എന്താണ്? ലഹും സവാബാനി, അവർക്ക് 2 പ്രതിഫലങ്ങളുണ്ട്. സവാബ് നാജിലുൻ ഫിദ്ദുന്യ, ദുനിയാവിൽ നിന്ന് തന്നെ പെട്ടെന്ന് കിട്ടുന്ന സവാബ്, പ്രതിഫലം. അതേതാണ്? തുമാനീനത്തും വസക്കീനത്തുൻ, ശാന്തതയും സമാധാനവും, വഹുദൂഉൻ, ശാന്തിയും, ഫിന്നഫ്സി, മാനസികമായ ശാന്തതയും സമാധാനവുമാണ് അവർക്ക് ദുനിയാവിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം. പിന്നെയോ സവാബും കബീറും ഫിൽ ആഖിറ, ആഖിറത്തിൽ നിന്ന് കിട്ടുന്ന വലിയ പ്രതിഫലം. അതെന്താണ്? ജിവാറുല്ലാഹി തആല ഫി ജന്നാത്ത്, സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം. ഓക്കെ, ഇനി ഈ ഒരു പാഠത്തിൻ്റെ മാത്രമേ വിശദീകരണം ആവശ്യമായിട്ടുള്ളൂ. ബാക്കി ഫൽസഫത്തുൽ ഹയാത്ത് എന്നതിൻ്റെ വിശദീകരണം പാഠഭാഗത്ത് തന്നെ ഉണ്ട്, ആ കവിതയുടെ വിശദീകരണമായി കൊടുത്തത്. അതേപോലെ മറ്റുള്ള വിശദീകരണം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നതിൻ്റെയൊക്കെ ഹദീസായാലും മറ്റു കവിതകളായാലും ഒക്കെ പാഠഭാഗത്ത് തന്നെ ഉണ്ട്. അതേപോലെ നോക്കി പഠിക്കുക. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ.